ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ്. 3 അഗ്ലോണിമ പ്ലാന്റ്സ് അടങ്ങിയ ഒരു കോംബോയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കോംബോയ്ക്കും ഒരേ റേറ്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ആ കോംബോയിലുള്ള പ്ലാന്റ്സുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി തരുന്നതായിരിക്കും. പിന്നെ സെപ്പറേറ്റ് തരുന്നതല്ല കേട്ടോ, കോംബോ ആയിട്ടായിരിക്കുന്നത്. സെപ്പറേറ്റ് ആകുമ്പോൾ റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എനിക്കും നിങ്ങൾക്കും ലാഭകരമായ ഒരു രീതിയിലാണ് കേട്ടോ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ചോദിക്കരുത്. പിന്നെന്താ, സെപ്പറേറ്റ് തരണോണ്ട് കുഴപ്പമില്ല, പക്ഷേ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത്. പിന്നെന്താ, പിൻകോഡ് DTDC അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം നിങ്ങൾ തരേണ്ടത്. വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കണം. DTDC ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ തൽക്കാലം സ്പീഡ് പോസ്റ്റ് ഇല്ല, കൊറിയർ തന്നെ, DTDC കൊറിയർ തന്നെയാണ്. നമുക്കതാണ് സൗകര്യം കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സുകളെല്ലാം ഒരേ സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, വേറെ പ്ലാന്റ്സുകളൊന്നും ഇല്ല. അപ്പോൾ ഈ ഓരോന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി, ഇപ്പോൾ ഞാൻ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ പറയുന്നുണ്ട്. റേറ്റ് പറയാണ്ടല്ല ഞാൻ റേറ്റ് പറയാനായിട്ട് വാട്സപ്പിൽ വരാൻ പറയുന്നില്ല, ഞാൻ കൈയോടെ തന്നെ റേറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റേറ്റും സൈസും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലാണ് പ്ലാന്റ്സ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത പ്ലാന്റ്സ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ. ആവശ്യമില്ലാണ്ട് വെറുതെ ആരും മെസ്സേജ് അയച്ച് വെറുതെ പ്ലാന്റ്സിൻ്റെ പടം അയച്ച് തരുമോ, റേറ്റ് എത്രയാണ്, അങ്ങനെ അനാവശ്യ ചോദ്യങ്ങളുമായിട്ട് ആരും വാട്സപ്പിൽ വരണ്ട കേട്ടോ. ഇതൊരു റിക്വസ്റ്റായിട്ട് എടുത്താൽ മതി, അഹങ്കാരം പറയല്ല. കാരണം എൻ്റെ വീഡിയോ കാണുന്നവർ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയാൻ പറ്റും, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓഫീസ് തിരക്കിൻ്റെ ഇടയിലായിരിക്കും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് പിക്ക് തരുമോ, റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ മുഷിച്ചിലായിട്ട് ഞാൻ ഇന്നവരെ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, വൈകുന്നേരം വിട്ട് തരാം. അപ്പോൾ വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ ഒരുപാട് ജോലികൾ കിടക്കണതിൻ്റെ ഇടയിലായിരിക്കും ഇവർ 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചോദിച്ച ഒരു കസ്റ്റമറോട് മോശമാക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ പിക്കിട്ട് കൊടുക്കും. പിന്നെ ആ ഒരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പിന്നെ അഡ്രസ്സ് കാണില്ല. അനാവശ്യമായിട്ട് ചിലർക്ക് ഇതൊരു ഹോബിയാണെന്ന് തോന്നുന്നു, വെറുതെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ മുഷിച്ചിലുണ്ടാക്കുക. പിന്നെ അവർ ചോദിച്ച ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളെ മഷി ഇട്ട് നോക്കിയാൽ കിട്ടില്ല. ഇത് എൻ്റെ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെ അനുഭവമാണെന്ന് തോന്നുന്നു. ഞാനങ്ങനെ പറയാറില്ല, പക്ഷേ ഇത് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ വരാം, ആവശ്യമില്ലാത്തവർ വരരുത്. ദയവ് ചെയ്ത് ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കണം. പിന്നെ ചിലർക്ക് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാൻസ് വേണം ഉറപ്പായിട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഗൂഗിൾ പേ നമ്പർ ഇട്ട് വയ്ക്കും. ആ ആളെ പിന്നെ കാണില്ല കേട്ടോ. നമ്മൾ 2-3 ദിവസം ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഓർഡർ വന്നിട്ടുണ്ടാകും. അവരോടൊക്കെ നമ്മൾ പറഞ്ഞു പോയതല്ലേ, അവരുടെ അടുത്ത് എന്താ ഇത്രയും ഇതായിട്ട് ചിലപ്പോൾ ഒരുപാട് കമ്പനി അടിച്ചിട്ടൊക്കെ ആയിരിക്കും വർത്താനം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോയതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് മാറ്റി വയ്ക്കും. അവരുടെ പിന്നെ 2 ദിവസത്തേക്ക് പിന്നെ ആ ആളെ കാണില്ല. അങ്ങനെയുണ്ട് കേട്ടോ. ചിലരാണെങ്കിൽ അന്നൊന്നും എന്താ പറയുക മെസ്സേജ് അയക്കില്ല, ഗൂഗിൾ പേ നമ്പറൊക്കെ അയച്ചിട്ടുണ്ടാവും. 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കും അവർ നമ്മളോട് ചോദിക്കാതെ തന്നെ പേയ്മെൻറ്റ് അങ്ങോട്ട് ചെയ്തു വയ്ക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. നമുക്ക് നമ്മളുടെ മറുഭാഗത്തു നിന്നുള്ള ആ ഒരു സിറ്റുവേഷനും കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 2 ദിവസമായിട്ടും കാണാണ്ടിരിക്കും. നമ്മൾ ആ പ്ലാന്റ്സോ അല്ലെങ്കിൽ ട്യൂബറൊക്കെ ആണെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പ്ലാന്റ് ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കും വിഷമം, നമുക്കും വിഷമം. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സെയിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറേ പ്രതിസന്ധികളുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ
അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കും വിഷമം, എടുത്ത് വെക്കാണ്ടാവുമ്പോൾ അവർക്കും വിഷമം. അപ്പോൾ എനിക്ക് ആരൊക്കെയാണ് പേയ്മെൻറ്റ്, പിന്നെ ചിലർ ചോദിച്ചു വെക്കും, എടുത്ത് വെക്കൂ എന്ന് പറയും. നമുക്ക് ഒരുപാട് മെസ്സേജ് വരണകൊണ്ടും വീട്ടിലെ ജോലി തിരക്കും ഓഫീസിലെ ജോലി തിരക്കും ഒക്കെ കൊണ്ട് അവർ പറഞ്ഞ കാര്യം വിട്ടുപോയി നമ്മൾ വേറെ ആർക്കെങ്കിലും സെയിൽ ചെയ്തിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്ലാൻസ് അല്ലെങ്കിൽ ട്യൂബർ ആണെങ്കിൽ സെയിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ മറ്റുള്ള എന്നോട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ചിലപ്പോൾ ഞാൻ ഓർത്തൊന്നും വരില്ല. കാരണം ജോലി തിരക്കിൻ്റെ ഇടയിൽ ഓഫീസ് ജോലിയുടെ ഇടയിൽ ഇരുന്നിട്ടാണ്, ഫ്രീ ടൈമിലാണ് ഞാൻ ഈ മെസ്സേജുകൾക്കൊക്കെ മറുപടി അയക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്ലാൻസ് ഇപ്പോൾ കൺഫേം ആക്കുന്നതും വേണോ ഇല്ല എന്ന് കൺഫേം ആക്കുന്നതൊക്കെ ഓഫീസിലെ ജോലിയുടെ ഇടയിൽ ഇരുന്നിട്ടാണ്, ഫ്രീ ടൈമിലാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഓരോരുത്തർ പറഞ്ഞതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും, അതുകൊണ്ടാണ്, അല്ലാണ്ട് മനഃപൂർവ്വമല്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് മാത്രം ചിലപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾക്ക് നിൽക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് അങ്ങനെയല്ല എന്ന് ചിന്തിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ തീരെ നിവൃത്തിയില്ല, ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ എനിക്കും പറ്റുന്നുണ്ട്. പറഞ്ഞു വെച്ചവർക്ക് കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ എനിക്കും അതൊരു വിഷമമാണ്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി ഈ കോംബോയിൽ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 2-3 പേർക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അവർക്ക് കേരളത്തിന് പുറത്തുള്ളവരായതുകൊണ്ട് നാളെ അവർക്ക് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് നാളെ അയച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ട്യൂബർ പറഞ്ഞ ആളുകൾക്കായാലും നാളെ അത്യാവശ്യം ഇവിടെ ഇരിക്കുന്ന കുറച്ച് പ്ലാൻസുകളാണ് ബാക്കിയെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഓരോന്നുള്ളൂ. ലിമിറ്റഡായിട്ട് മാത്രമേ ഞാൻ പ്ലാൻസുകൾ എടുക്കാറുള്ളൂ. ഒരുപാടൊന്നും എടുത്ത് വെച്ച് എനിക്ക് മുഴുവനായിട്ട് ഞാൻ ഇതിൽ മാത്രം ഇരിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ടാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഞാൻ പ്ലാൻസുകൾ എടുത്ത് വെക്കാറുള്ളൂ. അതിനനുസരിച്ച് മാത്രമേ ഞാൻ സെയിലും ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി കോംബോ പ്ലാൻസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ, എല്ലാ പ്ലാൻസിനും. എല്ലാ അഗ്ലോണിയം പ്ലാൻസിൻ്റെ കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോംബോ ഇതാണ്, വലിയ പ്ലാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വലിപ്പം നോക്കിയിട്ടൊക്കെ നോക്കാട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, എല്ലാം നല്ല വലിയ പ്ലാൻസാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇത് മാത്രം എനിക്കറിയാം. വൈറ്റ് ലിപ്സ്റ്റിക് ആണ്, പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാൻസുകളാണ്. 650 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത്. കണ്ടില്ലേ, ചെറിയ പ്ലാൻസ് അല്ല വലിയ പ്ലാൻസ് ആണ്, അതും കൂടി പറയാം കേട്ടോ. പലതിനും പല വലിപ്പമാണ്. എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി പ്ലാൻസ് ആണ്. 650 രൂപയാണ് കേട്ടോ. എല്ലാ കോംബോയ്ക്കും അതേ റേറ്റ് തന്നെയാണ്. അടുത്ത കോംബോ ഇതാണ്. ഇതും നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻസുകളാണ്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ അടുത്ത കോംബോ. ഇതും 650 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാട് കയറി പറഞ്ഞെന്ന് വിചാരിക്കരുത്. കാരണം പറയേണ്ടതായിട്ടുള്ള അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്, ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കണ്ടുപോകും. വീണ്ടും ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കാമെന്നറിയാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അടുത്ത കോംബോയിലെ പ്ലാൻസ്. എല്ലാവരും വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ വരാം. 650 കേട്ടോ. അടുത്ത കോംബോ ഇതാണ്, കണ്ടില്ലേ, ഇതാണ് കേട്ടോ അടുത്ത കോംബോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, സെപ്പറേറ്റ് ഓരോ പ്ലാൻസിൻ്റെയും വില എടുത്ത് നോക്കുകയാണെങ്കിൽ പല പ്ലാൻസും പല റേറ്റാണ്. അപ്പോൾ കോംബോ ആയിട്ട് കൊടുത്താൽ മാത്രമാണ് കേട്ടോ എനിക്കും കൂടി ഒരു ലാഭം എടുത്തിട്ടല്ലേ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആരും ചോദിക്കരുത്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ അടുത്ത കോംബോ. ഇതാണ് കേട്ടോ അടുത്ത കോംബോ വന്നിട്ട് ഇതാണ്. കണ്ടില്ലേ, ഇതാണ് അടുത്ത കോംബോ. എല്ലാം ഓരോ സെറ്റും ഉള്ളൂ കേട്ടോ, അത് പ്രത്യേകം പറയാണ്. അപ്പോൾ ആദ്യം വരുന്നവർക്കാണ് കേട്ടോ കൊടുക്കാനുണ്ടാവുക. കണ്ടില്ലേ, അടുത്ത കോംബോ എല്ലാം നല്ല അടിപൊളി പ്ലാൻസ് തന്നെയാണെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നും പറയാറുള്ളത് പോലെ ഒന്ന് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ.